മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ട ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസലിന്റെ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പ്രസ്താവിക്കും. ഈ വിഷയത്തിൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വതി ചേരുന്നു. അശ്വതി, എപ്പോഴാണ് വിധി പ്രസ്താവിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കേസിൽ ശിക്ഷ തടഞ്ഞുകൊണ്ടാണ് ഇന്ന് വിധി വന്നിരിക്കുന്നത്. അതായത് ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസലിന്റെ ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞിരിക്കുകയാണ്. ഫൈസലിന്റേതടക്കം 4 പേരുടെ ശിക്ഷയാണ് ഹൈക്കോടതി തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് ഇന്ന് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ശിക്ഷ റദ്ദാക്കണമെന്ന ഹർജിയിലാണ് ഇപ്പോൾ താൽക്കാലികമായി ശിക്ഷ മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ഒരു ഇടക്കാല ഉത്തരവാണിത്. പ്രതികൾക്ക് 10 വർഷം തടവാണ് കവരത്തി വിചാരണ കോടതി വിഷയത്തിൽ നൽകിയിരുന്നത്. ആ ശിക്ഷയാണ് ഇപ്പോൾ താൽക്കാലികമായി ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ഈ വിഷയത്തിൽ തെളിവുകളുടെ അഭാവം ഉണ്ട് എന്ന ഒരു വാദമാണ് ആരോപണ വിധേയരായ പ്രതികൾ ഫൈസൽ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിരുന്നത്. ഈ വിഷയത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലെക്സ് വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു വധശ്രമ കേസിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിൽ വേണ്ടത്ര തെളിവുകളില്ല എന്നും നിസ്സാരമായ ഒരു കേസ് രാഷ്ട്രീയവൽക്കരിക്കുകയും ഇതിനെ പർവ്വതീകരിക്കുകയും ചെയ്തതാണ് എന്നാണ് ഫൈസൽ അടക്കമുള്ള പ്രതികളുടെ വാദം ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ PM സയ്യിദിന്റെ മരുമകൻ മുഹമ്മദ് സാലിഹിനെ വധിക്കാൻ ശ്രമിച്ചെന്ന ആണ് കേസ്. അതുപോലെ തന്നെ ഇതിലെ സാക്ഷികൾ എല്ലാവരും തന്നെ കോൺഗ്രസുകാരാണെന്നും അത് തനിക്കെതിരായി വളരെ ഗൂഢാലോചനാപരമായി നൽകിയിട്ടുള്ള മൊഴികളാണ് അതെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു ഫൈസൽ കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നത്. ഈ ശിക്ഷ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് കേസ് വന്നപ്പോൾ പറഞ്ഞിരുന്നത് ഈ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ മുഹമ്മദ് ഫൈസലിന്റെ MP സ്ഥാനം റദ്ദാക്കപ്പെട്ടിരുന്നു. ഫെബ്രുവരി 27-ന് ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫൈസൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ ഹർജി ഈ മാസം 27-ന് സുപ്രീം കോടതി പരിഗണിക്കും. അപ്പോൾ അതിനിടയിലാണ് ഈ ശിക്ഷാവിധി താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഭദ്ര, വ്യക്തമാണ് അശ്വതി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ PM സയ്യിദിന്റെ മരുമകൻ മുഹമ്മദ് സാലിഹിനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിലാണ് കവരത്തി കോടതി മുഹമ്മദ് ഫൈസലിനെ ശിക്ഷിച്ചത്. ഈ ശിക്ഷാവിധി നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുഹമ്മദ് ഫൈസൽ ഹൈക്കോടതിയെ സമീപിച്ചത്.